ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാരും ഓടി വരുന്നുണ്ടല്ലോ. കുറെ ദിവസമായി നമ്മൾ വ്ളോഗ്സ് ഒക്കെ എടുത്തിട്ട്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ കുറച്ച് ദിവസമായി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ തിരക്കിലായിരുന്നു. കുറച്ച് കാര്യങ്ങളും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ തിരക്കിലായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലായിരുന്നു കൂട്ടുകാരെ. അപ്പൊ എല്ലാവരും എന്നോട് ചോദിച്ചു, എനിക്ക് ലൂസ് മോഷൻ പിടിച്ചല്ലേ മാങ്ങ പറിച്ച് തിന്നാ. ലൂസ് മോഷൻ ഒന്നും പിടിച്ചതല്ല കേട്ടോ. എന്തായിരുന്നു? മൈഗ്രെയിൻ കൂടിയിട്ട് ആശുപത്രി മറന്നുപോയി. എന്തിനാ പോയത്? അങ്ങ് എത്തിപ്പോയി. പിന്നെ മൈഗ്രെയിൻ കൂടി ഛർദിയായി അങ്ങനെയൊക്കെ ആയിട്ട് ആശുപത്രിയിലൊക്കെ ആയിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാണ്ടായി പോയി. പിന്നെ ട്രിപ്പ് ഇടേണ്ടി വന്നു, 3 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ ബാക്ക് ടു പവർ ഓൺ. അപ്പൊ പോയി തിരിച്ചും വീണ്ടും പവറായിട്ട് വന്നിട്ടുണ്ട് കൂട്ടുകാരെ. ഹലോ, ഞാൻ മൈഗ്രെയിൻ കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ വെച്ചാൽ എനിക്കത് പനിയായെന്ന് തോന്നുന്നു. അല്ലേ? മൈഗ്രെയിന് പോയിട്ട് ഇഞ്ചക്ഷൻ വെച്ച് എന്നിട്ട് പിന്നെ എനിക്ക് പനിയായി. ഇപ്പൊ ഓക്കെ ആയിട്ടല്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറെ ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് അല്ലെ. ഇന്ന് ഞങ്ങൾ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഒരുത്തൻ നോക്ക് പൊരിയ വെയിലേ. അതെ, രാവിലെ എണീച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര തണുപ്പായിരുന്നു. രാവിലെ എണീച്ചിട്ട് പച്ചവെള്ളത്തിൽ കുളിക്കും, എന്നിട്ട് തണുക്കുമെന്ന് പറഞ്ഞിട്ട് ജാക്കറ്റ് എടുത്തു. രാവിലെ എണീച്ച് പച്ചവെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പം കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നത്. കുറച്ച് നേരം ഇരിക്കുന്നത്. ആ സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് ഇപ്പോൾ വെയിൽ വന്നപ്പോൾ തണുപ്പൊക്കെ പോയി. അപ്പോൾ അതുപോലെ തന്നെ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് പഴയ പോലെ തന്നെ വീണ്ടും വരുവാണെന്ന്. അപ്പോൾ ഞങ്ങൾ ശരിക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ കമൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എവിടെയെന്ന്. ഞങ്ങൾ ഷോർട്സ് കറക്റ്റായിട്ട് ലോങ് വീഡിയോ ഇടുന്നു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്സ് ഇട്ടിട്ട് അയ്യോ ഷോക്ക് അടിച്ച് ഇരിക്കുന്നൊരു അച്ചയായിട്ടല്ലോ. അതായത് ഞങ്ങൾ ഷോർട്സ് കറക്റ്റായിട്ട് ഇപ്പോൾ ഇടുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ഇപ്പോൾ ഡെയിലി ഷോർട്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. വീഡിയോസാണ്, വ്ളോഗ്സാണ് ഇപ്പോൾ കറക്റ്റായിട്ട് ഇടാത്തത്. അപ്പം നമ്മൾ വ്ളോഗ്സും കൂടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഴയ പോലെ തന്നെ വരും. കാരണം ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക, കുറച്ച് വർക്കുകളിലും കാര്യത്തൊക്കെ എൻഗേജ്ഡ് ആയിരിക്കും. നമ്മൾ ടൈം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റിലായിട്ട് വേണം നമുക്ക് കറക്റ്റായിട്ട് പഴയ പോലെ വ്ളോഗ്സ് ഡെയിലി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ വരട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ കൂട്ടുകാർ, ഇന്നിപ്പം ഒരു സൺഡേ ആണ്, സൺഡേ ഹോളിഡേ ആണ്. അതേപോലെ കൂട്ടുകാർ, നിങ്ങൾ ഒരു സംഭവം മാത്രം കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. അതെന്താന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം. എന്താ നീ എന്തൊക്കെ പറയുന്നേ? ഇവരെ നിങ്ങൾ കണ്ടില്ലേ? ഇവന്റെ മുടി നിങ്ങൾ വെട്ടിയത് ആരും ഇതുവരെ ഷോർട്സിൽ കണ്ടിട്ട് പറഞ്ഞില്ല കേട്ടോ. അത് കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്ത് പറഞ്ഞായിരുന്നു മുടി വെട്ടിയത്. അത് പെട്ടെന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. തലം മുട്ടിയത്. സ്കൈന്റെ മുടിയും വെട്ടിട്ടോ ഞാന്. അപ്പൊ എന്റെ മുടിയും വെട്ടിയിട്ടുണ്ട്, സ്കൈന്റെ മുടിയും വെട്ടിയിട്ടുണ്ട്. സ്കൈന്റെ മുടി വെട്ടിയിട്ട് സ്കൈ എന്തെടുക്കാപ്പാ കുഞ്ഞെ? രാവിലെ എണീച്ച് വന്ന പാടെ കേട്ടോ. അതാ മുഖം ഇങ്ങനെ ഇരിക്കുന്നു. സ്കൈ സ്കൈ വാ കഴിയിട്ട് വാ. സൈക്കിൾ ഓടിക്കുന്നേടാ. ആണോ? സ്കൈ 1 2 3 ഏതാ? 4 വെക്കാൻ വേണ്ടിട്ട് അവർക്ക് ഇത് പിടിക്കണല്ലേ. ഇതങ്ങ് മടങ്ങി പോകും. ഇപ്പൊ 1 2 3 4 5 വരെ പഠിച്ചു കേട്ടോ. ഇങ്ങനെ കാണിക്കും, പറയില്ല. അപ്പൊ സ്കൈന്റെ സ്ലേറ്റില് ഈ സാധനം ഈ മുത്തൊക്കെ എടുത്തിട്ട് കളിക്കാം കേട്ടോ. എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങളുടെ കുഞ്ഞിതായിരുന്നപ്പോ ഇതിന്റെ പേരെന്താ? വീഡിയോ എനിക്കത് ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് അറിയത്തില്ല എന്റെ പേര്. എനിക്ക് വേണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ഉണ്ടായിരുന്നില്ല, ഞാൻ ഇത് പഠിച്ചിട്ടില്ല. എന്നാൽ എന്താന്ന് പറയാ ഇതിന്റെ പേര് പറ. ബീഡ്സ്, അബാക്കസ്. ഇത് അബാക്കസ് തന്നെയാണോ? ഇത് അബാക്കസ് ഒന്നും അല്ല എന്റെ കുഞ്ഞാ. ഇങ്ങനെയുള്ള സംഭവത്തിന് പറയുന്ന പേരാണ് അബാക്കസ്. അബാക്കസ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നേ? പിന്നെ എങ്ങനെ ഇരിക്കുന്നേ? ഞാൻ അബാക്കസ് പഠിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ പഠിക്കാൻ പോയിട്ടില്ല, പക്ഷെ എനിക്ക് അറിയാം ഇതിനെ കുറിച്ച്. അബാക്കസിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ഒരു ബുക്കിൽ. 5000 വർഷങ്ങൾക്ക് മുന്നേ, അതായത് 5000 വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ചു. പണ്ടേ അബാക്കസിന്റെ ക്ലാസ്സുകളൊക്കെ ഇല്ലായിരുന്നു, പക്ഷെ അത് എന്തിനാ പോയതെന്ന് ഇതുവരെയായിട്ട് അറിയത്തില്ല കേട്ടോ. ഭയങ്കര സെറ്റപ്പ് പറഞ്ഞിട്ട് ഇതൊക്കെ തിന്നാനുള്ള സാധന കളറല്ലേ. എന്ത് ചളി അടി രാവിലെ തന്നെ ഇരുന്നിട്ട് ഞായറാഴ്ച ചളി അടിക്കും നോക്ക്. മണ്ട് എനിക്ക് അബാക്കസ് എന്താന്ന് അറിയത്തില്ല, അതാണ് എനിക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അബാക്കസ് പഠിച്ചിട്ട് നിനക്ക് ഇപ്പൊ എന്ത് കിട്ടി? ഓട്ടോ. ഇവനൊരിടത്ത് നിന്നിട്ട് വർത്താനം പറയണ്ടേ, ഞാൻ കൊറേ നേരം നടക്കുന്നു. പിന്നെ എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാൾ നമ്മുടെ ചാനലിനകത്തേക്ക് നോക്കാതിരുന്നപ്പോൾ നമ്മുടെ ചാനൽ ഭയങ്കരമായിട്ട് അടിയിൽ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് വ്യൂസ് ഒന്നും ഇല്ലാതെ ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ പഴയ പോലെ തന്നെ ഇടാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടി വരുന്നുണ്ട് കേട്ടോ. ആരും നമ്മളെ മറന്നിട്ടൊന്നുമില്ല. കാരണം നമ്മുടെ ചാനലൊക്കെ ഹാക്കായി പോയി. നമുക്ക് ഒരുപാട് പ്രതിസന്ധികളൊക്കെ വന്നെങ്കിലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അത് വീണ്ടും പഴയ പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം
ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അത് നമുക്ക് കിട്ടുന്നുണ്ട്. ക്രിസ്മസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു സന്തോഷമുണ്ട്. എൻ്റെ ഷോർട്സ് കണ്ടവർക്ക് അറിയാം, എൻ്റെ റോസാ ചെടികളൊക്കെ എനിക്ക് വയ്യാണ്ടായപ്പോൾ പോയായിരുന്നില്ലേ, ഞാനല്ലാതെ എല്ലാത്തിനെയും ഉണർത്തിയെടുത്ത് എന്തോരം മുട്ട നോക്കിയേ കണ്ടോ. പൊന്നു റോസയ്ക്ക് ചോറൊക്കെ ആയിട്ട് കൊടുക്കുന്നേ. ചോറ് അതെ അതിനും വിശക്കില്ലേ. കഞ്ഞിവെള്ളത്തിന്റെ പാടൊക്കെ കിടക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ, നമ്മുടെ കോഴി വന്നിട്ട് തിന്നോളൂ കേട്ടോ. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കേട്ടോ. കണ്ടോ വല്ലാണ്ടായിപ്പോയിരുന്നു, ഒരു ഇല പോലും ഉണ്ടായിരുന്നില്ല. ഇത്രയും ഇലയും വന്നു മുട്ട വിരിഞ്ഞ് കണ്ടോ. കുറേ മുട്ട ഉണ്ട് കേട്ടോ. എല്ലാത്തിലും മുട്ടൊക്കെ ഇട്ട് ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഇനി മുട്ടൊക്കെ വിരിഞ്ഞ് നല്ല പൂവൊക്കെ ഉണ്ടായി നമുക്ക് വലിയ റോസാമരം. റോസാമരം സ്കൈ വലുതായിന്ന് കൊറേ പേര് പറഞ്ഞു കേട്ടോ. സ്കൈക്ക് അതേപോലെ വേറൊരു സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോ വർക്ക് കുറച്ച് ദിവസമായിട്ടൊക്കെ കുറച്ച് മാസങ്ങളായിട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ നടുവേദനയും കാര്യങ്ങളായത് കാരണം പിന്നെ നമുക്ക് അതിലേക്ക് കുറെ പണിയെടുക്കാൻ പറ്റിയില്ല. അപ്പൊ കുറച്ച് ആൾക്കാർ സ്റ്റുഡിയോന്റെ വർക്കുകളൊക്കെ എവിടം വരെ ആയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മൊത്തമായിട്ട് കാണിക്കുന്നത് ജസ്റ്റ് ചെറിയ ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ട് അതിനിടയിൽ. ഇത് കണ്ടോ, ഇതിപ്പം ഒരു സൈഡ് നമ്മള് ഇവിടെ നമ്മൾ കട്ട് വെച്ച് കെട്ടിയതായിരുന്നു. ഇത് ഞങ്ങള് പുറ്റുമണ്ണില്ലേ, ചെതൽപുറ്റുണ്ടായിരുന്നു മേലെ പറമ്പിൽ. അപ്പൊ അത് അടിച്ച് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒരു വലിയൊരു ചെമ്പിനകത്ത് കലക്കി വെച്ചു. ഒരാഴ്ചയോളം കലക്കി വെച്ചിട്ട്, ഒരാഴ്ച വേണ്ട, ഒരു 5-6 മണിക്കൂർ മതി. നമ്മൾ ഒരാഴ്ചയോളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കലക്കി വെച്ച് അത് ഊറിയപ്പോൾ അതിൻ്റെ അടിയിൽ നല്ല ക്വാളിറ്റി ഉള്ള മണ്ണ് കിട്ടും. അപ്പൊ അത് വെച്ചിട്ടാണ് ഇത് തേച്ചേക്കുന്നത് കേട്ടോ. ഇതിന് വേറൊരു കളർ വ്യത്യാസമല്ലേ, നല്ല റെഡ് കളർ അല്ലേ. ഇതൊരു കാവി ടൈപ്പ് കളറാണ് ഇതിന് വരുന്നത്. പിന്നെ നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള ജനല്. അപ്പൊ നമുക്ക് വിൻഡോ വെക്കാനുള്ള വിൻഡോ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതൊക്കെ ഫിറ്റ് ചെയ്യാൻ കേട്ടോ. വഴി കണ്ടു ഇതില്ലേ അപ്പൊ മഞ്ഞേ. അപ്പൊ കണ്ടോ ഈ സൈഡ് എങ്ങനെയുണ്ട്. ഈ സൈഡ് നമ്മൾ മൊത്തം മണ്ണ് കൊണ്ടാണ് തേച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. ഇനി ആ സൈഡ് ചെയ്യണ്ട. ആ സൈഡ് എന്താ ചെയ്യേണ്ടത് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സൈഡിൽ കണ്ടോ, ഈ ഭിത്തിയിൽ അതുപോലെ തന്നെ നമ്മൾ അവിടെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കുത്തിപ്പൊടിച്ച് കളഞ്ഞു കേട്ടോ. കാരണം ഈ സൈഡിൽ നമ്മൾ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനത്തെ ഇങ്ങനെ മുഴുത്തിരിക്കുന്ന ഇഡ്ഡലി പോലത്തെ സാധനങ്ങളില്ലേ, അത് വേണ്ടാന്ന് വെച്ചു. അതപ്പം നമ്മൾ ആദ്യം വെച്ചിരുന്നതൊക്കെ അത് കുത്തിപ്പൊടിച്ച് കളഞ്ഞു. അതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയിൽ. പക്ഷെ ഈ സൈഡിൽ വേറെ, ഇത് കളിമണ്ണ. ഇത് കളിമണ്ണ്, അത് അത് നീ കണ്ടില്ല. ഇത് കണ്ട നമ്മുടെ വയറിങ്ങിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് ഇടാനാണ്. ഉള്ളിൽ കൂടെ വയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാ ഇത് പൊട്ടിച്ചതിന്റെ പൊടി. ഇതിന്റെ ഉള്ളിൽ പൊടിയില്ലേ, ഇതാണ്ട പൊടി ചോദിക്കുന്നത്. ഈ ചുമപ്പില്ലേ. പക്ഷെ ഭിത്തി ഭയങ്കര സ്ട്രോങ് ആട്ടോ. പണ്ട് കെട്ടി ഭിത്തിയാണേലും എത്ര കുറെ കഷ്ടപ്പെട്ടായിട്ട് ഇതിങ്ങനെ പൊട്ടിച്ചെടുത്തത്. ഇത് ചെയ്യുന്ന വയറിങ് എന്ന ചേട്ടനാണ് ഇത് ചെയ്തത്. അപ്പം കുറെ പണിയെടുത്തിട്ട് അത് ചെയ്തത്. പിന്നെ വയറിങ്ങും കൂടെ നമുക്ക് പിന്നെ ഇവിടേക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ ടേബിളൊക്കെ ഇട്ടിട്ട് ഇരിക്കാനൊക്കെ പറ്റും. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ഇതിപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചു എന്തായെന്ന് കുറേ ചോദിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ. കാരണം കുറച്ച് നമ്മൾ വെച്ചിട്ട് പണി തീർക്കുന്നത്. പെട്ടെന്ന് ഒറ്റയടിക്ക് ചെയ്ത് തീർക്കുകയല്ല. കുറച്ച് ടൈമൊക്കെ കിട്ടുന്നതനുസരിച്ച് നമ്മുടെ ഹെൽത്തൊക്കെ നോക്കിയിട്ടും മെല്ലെ ചെയ്യുന്ന കേട്ടോ. വേറെ സംഭവം കണ്ടോ, നമ്മൾ ഇതിന് പണി തുടങ്ങിയ സമയത്ത് എങ്ങാണ്ടായിരുന്നു ഇത് നട്ടത്. ഇതിപ്പോൾ വളർന്ന് വലുതായി. പണി തീർത്ത് കഴിഞ്ഞിട്ടില്ല. അതിന്റെ അപ്പുറം തന്നെ നട്ടതാ. അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. സപ്പോട്ട ഈ സപ്പോട്ട അനങ്ങൂല. പൊന്നു വന്ന് ഇതൊക്കെ ഞാൻ നട്ടുട്ടോ. ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പാവയ്ക്കയും പടവലങ്ങയും മാവിൽ കായ്ക്കുന്ന പാവയ്ക്കയും പടവലങ്ങയും ഒക്കെ മാറിട്ടോ. പഞ്ചസാരയോ ഞാൻ പഞ്ചസാര എങ്ങനെ വന്ന വായിലേപ്പോ? കാപ്പിക്കുരു പറിച്ചുട്ടോ. അതാണ് പറയുന്നത്. ഞാനും ഡൂഡും കൂടി പറിച്ചത്. അവിടെ ഒരു കാപ്പിയുണ്ട്. ആ കാപ്പിക്കുരു ഒക്കെ പറിച്ചു രണ്ടുപേരുടെ. അടിപൊളിയാണ്. പകുതി കാപ്പിക്കുരു പറിച്ചപ്പോഴത്തേക്കോ ഇവൻ എന്നെ ഇട്ടിട്ട് ഓടിയിടാ. ഇവൻ അങ്ങനെയല്ലേ, ഒരു പുഴുവിനെ കണ്ടപ്പോഴത്തേക്ക് അവൻ ഓടിക്കളഞ്ഞു എന്നെ ഇട്ടിട്ട്. അതെല്ലാം പാവയ്ക്കൊക്കെ നമ്മൾ പറിച്ചു കളഞ്ഞു കേട്ടോ. അതാണ് ഇവിടെ ഒരു പ്രകാശം. അതെ, ഇവിടെ മൊത്തം കാട് കയറിയേക്കുമായിരുന്നു. പൊന്നുവിന്റെ പടവലങ്ങയും പാവയ്ക്കും ഒക്കെ നട്ടിട്ട്. അപ്പം അതെല്ലാം വെട്ടിപ്പൊളിച്ച് കളഞ്ഞു. ഇവിടെ മൊത്തം നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയില്ലേ, അപ്പം ഫുള്ള്
പ്രകാശം പറയട്ടെ അല്ല ലിച്ചി തൈ മരമായിട്ടില്ല, തളിര് വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും ഒന്നും അനങ്ങുന്നില്ല കേട്ടോ. പിന്നെ അതാ ഞാൻ മറ്റേ ഇതൊക്കെ നട്ടു, എന്തായിരുന്നു അതിന്റെ പേരെടാ? പൊന്നു കണ്ടി ഇവിടെ എന്തൊക്കെയോ ഇഷ്ടമുള്ള സാധനം പ്രോട്ടീനാന്നൊക്കെ പറയുന്നത്. പ്രോട്ടീനോ? ഇതാണ് പ്രോട്ടീന്. ഇതല്ലേ അത് മുതിര മുളപ്പിച്ച. ആ മുതിര ഇവിടെ കണ്ടോ, ഇത് മുതിര മുളപ്പിച്ചതാണ് കേട്ടോ. നോക്ക്, ഇത് പണ്ട് പൊന്നുവിന്റെ ഒരു ബേഗിനകത്ത് കുറച്ച് മുതിരേന്റെ എന്തായിരുന്നു, കുരുവോ? അല്ല, ഇവിടെ അടുക്കളയില് അലമാരയൊക്കെ നന്നാക്കുന്നല്ലായിരുന്നു നമ്മള്. അപ്പൊ അതില് മുതിരയെ കിടന്നായിരുന്നു പഴയത്. അതിനി വെക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അതെടുത്ത് മുളപ്പിച്ചു. അങ്ങനെ ആക്കിയതാണോ? ഇതില് കൊറേ പയറും മുതിരയും കൂടെ ഇട്ട് കുതിർത്തു. അതിന് പകുതി മുതിര വെക്കു തിന്നു, മൊത്തം പയറ് വിത്ത് വെക്കു തിന്നു. ചുമ്മാ ഫോസ്ഫോർ കൂടിയിട്ടുണ്ട് അല്ലേ? അടുത്ത മാങ്ങ കണ്ടുപിടിച്ച് മമ്മി. കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്ടേ നമ്മുടെ ഈ മാവിൽ ഒറ്റ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അത് മമ്മി കാത്തു വെച്ചിരുന്ന മാങ്ങയായിരുന്നു. മമ്മി നമ്മളൊന്നും കണ്ടില്ല എന്ന് ഓർത്ത് മമ്മി ഇരുന്നതാണ്, പക്ഷെ ഞങ്ങൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ മാങ്ങ വെച്ചിട്ടാണ് ഞങ്ങൾ ഷോർട്സ് എടുത്തിരുന്നത് കേട്ടോ. അങ്ങനെ ആ മാങ്ങേൻ്റെ തീരുമാനമായിട്ടുണ്ട്. ഇനി വേറെ എവിടെയോ ഒരു മാങ്ങ കണ്ടുപിടിച്ചില്ല നമ്മള്. ഇവിടെ ഒരു മാങ്ങയുണ്ട്. ആ കണ്ടോ അവിടെ ഒറ്റൊരു മാങ്ങ ഉണ്ടോ? കറുത്ത മാങ്ങ കണ്ടോ? അളിയൻ അപ്പൊ ഇന്ന് ലീവൊക്കെ കഴിഞ്ഞ അളിയൻ പോവാണ് കേട്ടോ. അളിയോ കൈന്റെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് ആട്ടോ. എനിക്ക് പേടിയാടാ. അതാരാ നോക്കിടൂടോ? അത് നമ്മുടെ ഒരു കസിൻ ചാച്ചനാണ് കേട്ടോ. ചെറുപ്പം തൊട്ട് മുട്ടായി മേടിച്ചു കൊടുക്കുന്ന സ്കൂളിലെ പിള്ളേര് മൊത്തം ഇവിടെ നല്ല ബസ് കയറുന്നേ. നോക്ക്, വേസ്റ്റ് കൊണ്ടിട്ടത് മുട്ടായിന്റെ കടലാസും. സ്കൂൾ പിള്ളേർ വരുമ്പോൾ കുറേ മിഠായി ഒക്കെ വന്നിട്ട് ഇവിടെയാണ് ബസ് സ്റ്റോപ്പ്. അപ്പം പിള്ളേർ ഇവിടെ നിന്ന് ബസ് കയറി പോകുമ്പോൾ അത്ര എന്റർടൈൻമെന്റിന് വേണ്ടി കുറേ മിഠായി ഒക്കെ പിന്നെ എങ്ങാനും വെക്കേണ്ടി വരും ഇവിടെ അവർക്ക് വേണ്ടി. മിഠായി കവറുകളൊക്കെ വിട്ടിട്ട് കേട്ടോ. ഇടയ്ക്ക് മമ്മി ഓടിക്കും. എല്ലാവരും സ്റ്റെപ്പിലാട്ടോ ഇരിക്കുക. ഇവിടെ ഇരിക്കാൻ ഈ സൈഡിലല്ലേ നിൽക്കുന്നവർക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ. അവരവിടെ ഇരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ മിഠായി തിന്നിട്ട് ഇങ്ങനെ ഇടുന്ന കാരണം നമ്മുടെ മുന്നിലെ സൈഡല്ലേ വിഷല്ലേ. അല്ലെങ്കിൽ മമ്മി ഓടിക്കും. കല്ലൊക്കെ എടുത്ത് മാവേണ്ട അറിയുന്നത് എല്ലാം ഇങ്ങോട്ട് വരും. പിള്ളേര് മാങ്ങയൊക്കെ ഉള്ളപ്പം അവർ താഴെ കണ്ടോ, അവിടെ നിന്ന് കല്ലൊക്കെ എടുത്ത് ഒറ്റ ഏറായിരിക്കും. വീടിന്റെ പെരപ്പൊക്കത്തേക്ക് ആയിരിക്കും. ആറു മാങ്ങ ഓടിക്കും. മമ്മിന്റെ വീടാണ്ട് ടീംസാണ് ഇവര്. അത് പറിച്ചോണ്ട് പോയ മമ്മി അവിടെ ഇങ്ങനെ മമ്മി അങ്ങനെ ആട്ട് അടുത്തൊന്ന് ഓടിയിരുന്നു. അതാ അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ ഗസ്റ്റ് ഉണ്ട് നമ്മുടെ വീട്ടില്. നമ്മുടെ അംഗസംഖ്യ കൂടിയിരിക്കുന്നു. മോസ്കോ എങ്ങനെയുണ്ട് പേര്? നല്ല രസമല്ലേ? ഇതൊരു കുഷ്ടകിയിലുണ്ടായിരുന്ന മീനാട്ടോ. അപ്പൊ ഞങ്ങൾ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു സാധനങ്ങൾ. അപ്പൊ ഞാനും അളിയനും കുഷ്ടകി പോയിട്ടുണ്ടായിരുന്നു അവരുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വണ്ടിയും കൊണ്ടായിരുന്നു പോയിരുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ എടുത്ത് വന്നു. അതിനകത്ത് നമ്മുടെ അക്വേറിയം കൂടെ ഉണ്ടായിരുന്നു. മോസ്കോ എന്റെ ദൈവം നോക്ക്, കാണിക്ക നോക്ക്, എന്ത് പരിപാടിയാടി അവക്ക് വേണമെന്ന് ഞാൻ അകത്തോട്ട്. എന്റെ പൈര് നമ്മുടെ ഈ കടയിലൊക്കെ ഷോക്കേസിന് വെക്കൂലേ ഒരു സാധനങ്ങള്, തുണികള്, അതാ ഇതെന്ത് സാധനം? വവ്വാലോ? തവളയോ? വവ്വാലെന്ന് പറയാൻ അറിയില്ല, അപ്പൊ തവളയാണോ നോക്കി. ഒരുപാട് കഥകൾ പറയാനുള്ള ജാക്കറ്റ് ഇത്. UK-ലായിരുന്നപ്പോ തൊട്ട് പോടി ഒരു മണമില്ല കേട്ടോ. നല്ല കഴുകി എപ്പോഴും വെയിലത്തിരുന്ന സൈസ് അമ്മ കാണിക്കുന്ന നോക്ക്. മണമൊന്നുമില്ല കേട്ടോ, സെന്റിന്റെ മണമായിരിക്കും. അയ്യോ, നിന്റെ വേർപ്പിന് ഇപ്പൊ സെന്റാണല്ലോ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്റെ പൊന്നു കുഞ്ഞാ, ചുമ്മാ കളത്തരം പറയല്ലേ. നല്ല മണം കേട്ടോ. മണമൊന്നുമില്ല, ഒരു മണവുമില്ല. ഇത് മണക്കട സത്യസന്ധമായുള്ള മണം ഇപ്പൊ വരും. എടാ സൂപ്പർ അല്ലേ? മുടീന്റെ മണമുണ്ട്. മുടീന്റെ മണോ? സ്കൈ മണക്ക്.
എന്ത് നാളെയും കുറച്ച് മണക്ക് ഇച്ചാച്ചന്റെ ചുണ്ടിലുള്ള മണ. നീ ഇച്ചാച്ചന്റെ ചുണ്ടല്ലേ നീ ഒരു ചുണ്ടാണ് മണത്തോണ്ടിരിക്കുന്നേ. ഇങ്ങോട്ടോ 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 ഇങ്ങോട്ട് വാ. താഴെ പോവരുത് ഇങ്ങ് വന്നേ. ഇങ്ങോട്ട് വാ, ഓടി വാ. പ്രായം കൂടുന്ന അനുസരണ കൂടി വരും. സംഭവം എത്ര നേരം വിളിക്കണം എന്നറിയാം ഒന്ന് വരണമെങ്കിൽ. ഓടുന്നുണ്ടോ? ഇനി രാത്രിയിൽ കാലുവേദന ആയിരിക്കും. അപ്പൊ ചോറ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടാ. നല്ല കുത്തരി ചോറും നല്ല മോരുകറി, നല്ല ഫിഷ്, നല്ല മീൻകറി ഉണ്ട് കേട്ടോ. മോൾക്കൂട്ടന്റെ മീൻകറി നല്ല സൂപ്പർ അല്ലേ? ഇന്നലെ കിട്ടില്ല മീൻകറിയാണ് കേട്ടോ. ഇതിനൊപ്പം തന്നെ എരിവ്. ആണോ? ഞാൻ രാവിലെ കഴിക്കുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എനിക്ക് കൂർക്കയും കൂടി ഉണ്ട് കേട്ടോ. കൂർക്കത്തോരൻ കണ്ടോ? കൂർക്കയും ഉണ്ടായിരുന്നേ എടുത്തോ. നീ വേണ എടുത്തത്? വേണ്ട, ഞാൻ ഇവർക്ക് കൊടുത്തിട്ട് ഞാൻ കഴിക്കുന്നത്. കൂർക്ക സൂപ്പർ അല്ലേ? നല്ല ടേസ്റ്റ് അല്ലേ കൂർക്കയ്ക്ക്? അപ്പോൾ കൂർക്കയും മോരുകറിയും മീൻകറിയും കൂടെ കൂട്ടിയാണ് ഞങ്ങൾ ചോറുന്നത് കേട്ടോ രാവിലെ. സ്കൈ എന്തോ രാവിലെ ചോറ് കൊടുക്കുമ്പേ സ്കൈ പറയാണ് ഉപ്പ് അങ്ങനെ കൊടുക്കാൻ പാടില്ല, പക്ഷെ കുറച്ച് ആക്കിട്ട് കൊടുക്കും കേട്ടോ. സ്കൈക്ക് ഉപ്പ് വേണം. ഉപ്പ് ഉണ്ടെങ്കിൽ അവള് ഫുഡ് കഴിക്കുള്ളൂ. ഉപ്പ് ഒരാൾ ഇവിടെ ഇരിക്കുന്ന കണ്ടോ? ഇരിക്കുന്ന ഇരിപ്പ് കണ്ടതൊന്നും എന്തോ പണിയിലാന്ന് കേട്ടോ. പണി കഴിഞ്ഞിട്ടിരിക്കുന്ന ഇരിപ്പാ. നമ്മൾ ഷോർട്സ് എടുത്തോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പം പുതിയ ഷോർട്സിനകത്ത് ഈ ഒരു ക്ലിപ്പ് ഉണ്ട്, നിങ്ങൾ ഓർത്തോ. വലിയാണ്ട് ഇങ്ങനെ മടുത്ത് പോയിട്ടുണ്ട് കേട്ടോ നല്ലോണം. കുറേ തവണ സ്റ്റെപ്പ് കയറും. അതായത് നമ്മൾ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ തവണ സ്റ്റെപ്പ് ഇറങ്ങും, സ്റ്റെപ്പ് കയറുകയും ചെയ്യേണ്ടി വന്നായിരുന്നു. ആ ഷോർട്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏതായിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നടുവാണെങ്കിലും കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ടിരിക്കില്ലായിരുന്നോ? അപ്പോൾ അതുകൊണ്ട് സ്റ്റെപ്പ് എൻ്റെ ഡൂഡി എടുത്ത് ഗിറ്റാറുണ്ട്, അത് ഡൂഡി വെച്ചോണ്ടിരിക്കുക. അതാണ് സംഭവം. എൻ്റെ ദൈവമേ, റോസാമുള്ള് മുള്ളില്ലാത്ത ഭാഗത്ത് നീ കറക്റ്റ് തൊട്ടത്, അതുകൊണ്ട് രക്ഷപ്പെട്ടു സ്കൈ. എന്താല്ലേ അത് മുള്ളു കൊള്ളുമ്പോ പിടിച്ചോളും. മുള്ളു ഒടിച്ചു കളഞ്ഞു. ചുമ്മാ മുള്ളൊന്നും ഇല്ലാത്ത അത് കൊള്ളാം. വേണമെങ്കിൽ ഒടിച്ചു കളഞ്ഞുള്ളൂ. അങ്ങനെ ഇന്നത്തെ ഷോർട്സ് എടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി അപ്പം സൺഡേ ആയത് കാരണം 2-3 എടുത്ത് വെച്ചിട്ടോ. കാരണം സാമ്പത്തിക ഇച്ചിരി നേരെങ്കിലും ഒരു ഒഴിവ് കിട്ടുന്നത് സൺഡേ ആട്ടോ. കാരണം ഒരു ഷോർട്സ് ഒക്കെ എടുക്കാന്ന് വെച്ചാൽ നല്ല സമയം വേണം. നിങ്ങൾ കാണുമ്പോൾ കുറച്ച് നേരം 1 മിനിറ്റ് ഒക്കെ ഉള്ളൂങ്കിലും അത് എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴേ കുറേ ടൈം എടുക്കും കേട്ടോ. നല്ല ടൈം എടുക്കുന്ന ഒരു പരിപാടി ഇത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോ എടുക്കുന്നതിന് എനിക്ക് തോന്നുന്നു ഇത്രയും റിസ്ക് ഒന്നും ഇല്ല ഷോർട്സ് എടുക്കാനായിട്ടോ. നിങ്ങൾ ഈ 1 മിനിറ്റ് കാണുന്ന ഷോർട്സിന് കുറേ മണിക്കൂറത്തെ പണിയുണ്ടോ അതിനകത്ത്. എൻ്റെ അടുത്തൊന്നും നല്ല ചീത്ത കേൾക്കണം ഞാൻ. ഇടയ്ക്ക് അങ്ങോട്ടും കൂടി നിങ്ങൾ വഴക്കും ഷോർട്സ് എടുക്കുന്നതിന് ഇടയിലൊക്കെ. അപ്പം ഇപ്പോൾ ഒരു വഴക്ക് കഴിഞ്ഞിട്ടിരിക്കുക. നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ദേഷ്യം പിടിക്കും കേട്ടോ. നമുക്കല്ല ഇച്ചിക്ക് ദേഷ്യം പിടിക്കും. ഇച്ചിക്ക് ഞാൻ അങ്ങനെ തന്നെ ചെയ്യും വരെ ഇച്ച അതുപോലെ തന്നെ കുറേ നേരിട്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ ആക്കും കേട്ടോ. അമ്മ പിന്നെ കൂട്ടുകാരാ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ കൂട്ടുകാർ. വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം. എന്തോ അടിപ്പാരേനെ